അങ്ങനെ ഉള്ളവനെ അവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടി എടുത്തു കളയും. സ്തോത്രം. നമുക്കെല്ലാം വായിച്ച് പലതവണ വിട്ടിട്ട് പോയ ഒരു വാക്യമാണ്. നമ്മളിതിനെക്കുറിച്ച് പലതവണ പ്രസംഗം കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഹാലലൂയ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് ഒരാൾക്ക് 5 താലന്ത് കൊടുക്കുന്നു, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തിട്ട് പോയിട്ട് ഒന്നും പറയുന്നില്ല അവരോട്. എന്നിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചത്? 5 താലന്ത് കിട്ടിയവൻ അത് വർദ്ധിപ്പിച്ച് 5 കൂടെ 10ആക്കി. 2 കിട്ടിയവൻ അത് 4ആക്കി. 1 കിട്ടിയവനും ചില കുഴിച്ചിട്ടു. എന്നിട്ട് യജമാനൻ വരുമ്പോൾ അത് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് യജമാനൻ അവരോട് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് കഴിഞ്ഞിട്ട് യജമാനൻ അവരെ അതെ, യജമാനോട് സംസാരിച്ച ശേഷം നമ്മൾ പിന്നീട് യേശു കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, ഉള്ളവന് ഹല്ലേലൂയ വീണ്ടും ലഭിക്കും, സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ള എടുത്തു കളയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹാലേ. നമുക്ക് തന്നെ കാര്യം വ്യക്തമാണ്, എന്താ ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമാണ്. ഹാലലൂയ. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ്. നമുക്ക് മനുഷ്യൻ അല്ല, ദൈവരാജ്യത്തെ പ്രിൻസിപ്പിളാണ്. നമ്മൾ മനുഷ്യ ലോകത്ത് എന്താ പറയുന്നത്? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഉള്ളവൻ നമ്മൾ ഈ ലോകത്ത് നമ്മൾ കാണുമ്പോൾ ഒരാൾ വീണ്ടും പൈസ, അല്ലെങ്കിൽ അതായത് പൈസയെക്കുറിച്ചല്ല പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് ഒരു ഒരുപാട് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പൈസ ആയിക്കോട്ടെ, ഉള്ള ഒരാള് അത് വർദ്ധിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇവിടെ പൈസ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അല്ലെ, അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒന്നുമില്ല, പാവം പിടിച്ചോ എന്ന് പറഞ്ഞ ഒരു മാനസിക സഹതാപം നമുക്കുണ്ടാകാറുണ്ട്. പക്ഷെ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയല്ല. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഉപയോഗിക്കുമ്പോൾ, അതായത് ഉള്ളവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർദ്ധിക്കും. സ്തോത്രം. ഹാലലൂയ. ഇല്ലാത്തവൻ ഉപയോഗിക്കുന്നില്ല, അത് വർദ്ധിക്കത്തില്ല, അത് അങ്ങനെ തന്നെ കിടക്കും, ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളു. കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. സ്തോത്രം. ഹാലലൂയ. ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പണത്തെക്കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം. അദ്ദേഹം അത് ആ കഥയിൽ ഉപമയിൽ താലന്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും, അത് താലന്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, പണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും, അത് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. സ്തോത്രം. ഹാലലൂയ. അത് മാനുഷിക, നമ്മുടെ ഭൗതിക വേൾഡിലാണ് പണത്തിന്റെ ആവശ്യമുള്ളത്. അപ്പൊ ദൈവമായ ബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഹാലലൂയ, അത് ചിലപ്പോൾ നമ്മുടെ ധനമാകാം, നമ്മുടെ ആ, ആ, നമ്മുടെ എന്താ പറയുന്നത് കുഞ്ഞുങ്ങളാകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ വസ്തുവകകളാകാം, നമ്മുടെ ബന്ധങ്ങളാകാം. സ്തോത്രം. നമുക്ക് കിട്ടിയ ആത്മീക വളർച്ചയ്ക്കുള്ള ചില പടവുകളാകാം, ചില സ്വാതന്ത്ര്യങ്ങളാകാം, നമുക്ക് കിട്ടുന്ന ചില അവസരങ്ങളാകാം. സ്തോത്രം. ഏതായിക്കോട്ടെ, നമുക്ക് ദൈവം ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഹാലലൂയ അതിൽ നമുക്കൊരു വിശ്വസ്തത കാട്ടുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് അർത്ഥമാക്കുന്നത്. വിശ്വസ്തത കാട്ടുമ്പോൾ അതിനൊരു വളർച്ച ഉണ്ടാവും. സ്വാഭാവികമായിട്ടും വളർച്ച ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, തുടർച്ചയായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10 മിനിറ്റ് 30 മിനിറ്റ്, 30 മിനിറ്റ് 1 മണിക്കൂറാവും. സ്തോത്രം. ഹാലലൂയ. അത് അത് പ്രാർത്ഥനകളെ കിട്ടിയ കാര്യങ്ങൾ, ലഭിച്ച കാര്യങ്ങൾ വിശ്വസ്തത പുലർത്തുമ്പോൾ അത് സംഭവിക്കുകയുള്ളൂ. ഒരു ദിവസം പ്രാർത്ഥിച്ചു, അടുത്ത 5 ദിവസം പ്രാർത്ഥിച്ചില്ല, നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ, നിങ്ങളെന്നല്ല നമ്മളെന്ന് പറയും. സ്തോത്രം. അതാണ് നല്ലത്. നമ്മൾ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി 5 മിനിറ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് പോലും നടക്കണമെന്നില്ല. സ്തോത്രം. ഒരു ദിവസം ഒരു 10 മിനിറ്റ് വചനം വായിച്ചു, 5 ദിവസം, നെക്സ്റ്റ് 5 ഡേയ്സ് നമ്മൾ വായിച്ചില്ല, എന്നിട്ട് 6-ാം അല്ലെങ്കിൽ 7-ാം ദിവസം പോയിരുന്ന് വായിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും ഒരു താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഹാലലൂയ. അപ്പൊ ലഭിച്ച ഒരു അവസരം, ലഭിച്ച ഒരു കാര്യത്തെ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഹാലലൂയ അതിൽ വർധനവുണ്ടാകുന്നത്. സ്തോത്രം. ഹാലലൂയ. ഇപ്പൊ നമുക്കൊരു വചനം വായിക്കാൻ അവസരം ലഭിച്ചു. ഹാലലൂയ. നമ്മളത് ഒരു ദിവസം വായിച്ചു, പിന്നെ വേണ്ടെന്ന് മടി പിടിച്ചു. എന്താ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താ? ഹാലലൂയ. നമുക്കത് അതിന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചു, ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, നെക്സ്റ്റ് 5 ഡേയ്സ് പ്രാർത്ഥിച്ചില്ല, നമുക്ക് പ്രാർത്ഥനയിലുള്ള ആഗ്രഹം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതാ പറയുന്നത്, അതായത് ഇല്ലാത്തവൻ നോക്കുമ്പോൾ അല്പം ഉള്ളവൻ നടത്താം, 1 താലന്ത് കൊടുത്തവൻ, ഇല്ലാത്തവന് ഉള്ളതൂടെ എടുത്തു കളയും. ഉള്ള ആഗ്രഹം കൂടെ കൈവിട്ടു പോകും. സ്തോത്രം. പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു 10 ദിവസം തുടർച്ചയായി പ്രാർത്ഥിച്ചു, ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. എസ്പെഷ്യലി സ്പിരിച്വൽ തിങ്സിൽ, സ്പിരിച്വൽ കാര്യങ്ങളിൽ നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവം ദൈവരാജ്യത്തിൽ നമ്മൾ അതിനെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമുക്ക് ചിന്തിക്കാം, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കുക ദൈവം എന്നെ എന്താ ഏൽപ്പിച്ച്. സ്തോത്രം. എന്നെ ദൈവം എന്താ ഏൽപ്പിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. അത് വലിയൊരു ടാസ്ക്കാണ്. ഏൽപ്പിച്ച കാര്യം മനസ്സിലാക്കുക, അതിൽ നമ്മൾ വളരാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അത് വളർച്ച ഉണ്ടാകുന്നത് മാത്രമല്ല, നമുക്ക് അധികമായി വന്നുകൊണ്ടേയിരിക്കും. ഹാലലൂയ. ദൈവരാജ്യ പ്രിൻസിപ്പിൾ, കിങ്ഡം കൊണ്ട് പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ മടി വിചാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ആ ഒരു താലന്ത്, ലഭിച്ച ആ ഒരു
ദൈവത്തിന്റെ ഒരു കൃപ ലഭിച്ച ആ ഒരു വസ്തു നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഭാഗ്യവശാൽ, കൃപയാൽ ഇതുവരെ നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മോട് തമ്പുരാൻ ചോദിച്ചിട്ടില്ല, അതിന്റെ കണക്ക് ചോദിച്ചിട്ടില്ല. നമ്മളെല്ലാം ഭയങ്കര ഭാഗ്യമുള്ളവരാണ് കേട്ടോ. തമ്പുരാൻ ഇതുവരെ നമ്മോട് ചോദിച്ചിട്ടില്ല കണക്കിനെ കുറിച്ച്. ബിജു, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്താ, എന്തു ചെയ്തു, ഇത് ചോദിച്ചതുപോലെ ഇവർ ഈ ഭൃത്യന്മാരോട് ചോദിച്ചതുപോലെ തമ്പുരാൻ എന്നോട് നിങ്ങളോടും ചോദിച്ചിട്ടില്ല. ബിജുവെ, നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇവിടെ ഒന്ന് കണക്ക് തരാമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണം തമ്പുരാൻ ചിന്തിക്കുന്നത്. ഞാൻ ചെന്ന് കർത്താവ് ഇന്ന എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ തമ്പുരാൻ കാണുന്നത് ആ ഒരു താരന്ത് കൊടുത്ത് കുഴിച്ചിട്ട പോലെ ആയിരിക്കും. അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, എന്താ ദൈവം എന്നെ ഏൽപ്പിച്ചത്. എന്നോടുകൂടൊരു ചോദ്യമാണ് എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. എന്നോടുകൂടി ചോദ്യമാണ് ഇത്. നമുക്ക് ഓരോരുത്തരോടും ചോദിക്കണം, തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്തത്, നമുക്ക് എന്താണെന്ന് മനസ്സിലായോ? അതിൽ മനസ്സിലായെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മളെ ഏൽപ്പിച്ച കാര്യം എന്താ? വിശ്വസ്ത പുലർത്തിയിട്ടുണ്ടോ? അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതോ കിട്ടിയ കാര്യത്തെ നമ്മൾ കുഴിച്ചിട്ടിരിക്കുകയാണോ ചെയ്യുന്നത്? സ്തോത്രം. ദിവസങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടായ ശേഷം അതിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത്, ഹല്ലേലൂയ, നമുക്കത് ദൈവത്തോട് ചോദിക്കാം. കർത്താവ്, ഇത് എങ്ങനെ എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും? നമ്മളെ എല്ലാറ്റിലും ഉപദേശിക്കുന്ന പരിശുദ്ധാത്മ നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ, ആഗ്രഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഭയപ്പെടുന്നതല്ല പറയുന്നത്, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്ത പുലർത്തുന്നുള്ളതും അതിൽ വളർച്ച ഉണ്ടാകുന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ആ ഒരു ബോധ്യമുണ്ടാകട്ടെ, ആഗ്രഹമുണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമ്മളെ ദൈവം നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് സഹായിക്കും. നമുക്കിത് വളരാൻ പറ്റും, കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, വലിയൊരു ഗ്രോത്ത് ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ വാക്കുകളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്തോത്രം. ആമേൻ.